എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടി20 മത്സരത്തിൽ ടീമിൽ നിന്നും പുറത്താക്കപ്പെട്ടതിന്റെ വേദനയും അരങ്ങേറ്റ മത്സരം കളിച്ച വൈഭവ് സൂര്യവംശിയുടെ കണ്ണീരും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ ഹൃദയം തകർക്കുമ്പോൾ അതിശക്തമായ ഒരു പൊട്ടിത്തെറിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സഞ്ജു സാംസൺ. മാഞ്ചസ്റ്ററിലെ ചരിത്രമുറങ്ങുന്ന ഓൾഡ് ട്രാഫോർഡ് മൈതാനത്ത് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന 5 ടി20 മത്സരങ്ങളുടെ പരമ്പരയിലെ ഈ രണ്ടാം പോരാട്ടം തികച്ചും ഒരു യുദ്ധം പോലെയാണ് ആരംഭിച്ചത്. ടോസ് നേടിയ ഇന്ത്യൻ നായകൻ ശ്രേയസ് അയ്യർ യാതൊരു മടിയും കൂടാതെ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ടീം ഇന്ത്യയ്ക്ക് വേണ്ടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനെത്തിയത് യുവതാരം അഭിഷേക് ശർമ്മയും തന്റെ കന്നി മത്സരം കളിക്കാനിറങ്ങിയ വൈഭവ് സൂര്യവംശിയുമായിരുന്നു. തുടക്കം മുതൽ തന്നെ ഇരുവരും പവർ പ്ലേയുടെ അനന്ത സാധ്യതകൾ മുതലെടുത്തു. കേവലം 24 പന്തുകളിൽ നിന്നും 8 അതിമനോഹരമായ ഫോറുകളും ഒരു കൂറ്റൻ സിക്സറും ഉൾപ്പെടെ 43 റൺസ് അടിച്ചുകൂട്ടി അഭിഷേക് ശർമ്മ തന്റെ സംഹാരതാണ്ഡവം പുറത്തെടുത്തു. മറുവശത്ത് 10 പന്തുകൾ മാത്രം നേരിട്ട വൈഭവ് സൂര്യവംശി 2 ഗംഭീര സിക്സറുകൾ പറത്തി 14 റൺസ് നേടി തന്റെ പ്രതിഭ ലോകത്തിന് കാട്ടിക്കൊടുത്തു. എന്നാൽ നാലാമത്തെ ഓവറിലെ 5-ാം പന്തിൽ വിൽ ജാക്സിന്റെ തന്ത്രപരമായ ഒരു സ്പിൻ പന്തിൽ ക്രീസിൽ നിന്നും കയറിയടിക്കാൻ ശ്രമിച്ച വൈഭവിനെ വിക്കറ്റ് കീപ്പർ ജോസ് ബട്ട്ലർ അതിവിദഗ്ധമായി സ്റ്റംപ് ചെയ്ത് പുറത്താക്കി. പവലിയനിലേക്ക് മടങ്ങുമ്പോൾ ആ 15-കാരന്റെ മുഖത്ത് താൻ കാണിച്ച അശ്രദ്ധയെക്കുറിച്ചുള്ള കുറ്റബോധം നിഴലിച്ചിരുന്നു. അവന്റെ കണ്ണുകളിൽ നിറഞ്ഞുനിന്ന നിരാശയുടെ കണ്ണീർ മൈതാനത്തെ ഒന്നാകെ വികാരഭരിതമാക്കി. വൈഭവിന്റെ മടക്കത്തിന് ശേഷം ക്രീസിലെത്തിയ ഇഷാൻ കിഷൻ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ ബാറ്റ് വീശി 40 പന്തുകളിൽ നിന്നും 6 ബൗണ്ടറികളോടെ 49 റൺസ് നേടിയെങ്കിലും അർദ്ധ സെഞ്ചുറിക്ക് 1 റൺസ് അകലെ വെച്ച് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് വിക്കറ്റ് നഷ്ടമായി. നായകൻ ശ്രേയസ് അയ്യർ ആക്രമിച്ചു കളിച്ച് 22 പന്തിൽ 37 റൺസ് നേടി സ്കോർ ഉയർത്താൻ ശ്രമിച്ചെങ്കിലും മധ്യനിരയിൽ ശിവം ദുബെ 5 റൺസിനും അക്സർ പട്ടേൽ 2 റൺസിനും പുറത്തായത് ഇന്ത്യയ്ക്ക് അപ്രതീക്ഷിത തിരിച്ചടിയായി. എന്നാൽ അവസാന ഓവറുകളിൽ ക്രീസിലെത്തിയ തിലക് വർമ്മ വെറും 11 പന്തിൽ 2 സിക്സറുകളും 1 ഫോറും സഹിതം പുറത്താകാതെ 24 റൺസ് നേടി ആഞ്ഞടിച്ചപ്പോൾ ഹർഷിത് റാണ 6 റൺസ് സംഭാവന ചെയ്തു. ഇംഗ്ലണ്ടിന് സാം കറൻ 3 വിക്കറ്റുകൾ വീഴ്ത്തി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അങ്ങനെ ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 190 റൺസ് എന്ന മികച്ച സ്കോറിലെത്തി. എന്നാൽ 191 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇംഗ്ലണ്ടിനെ കാത്തിരുന്നത് ഒരു പേടി സ്വപ്നമായിരുന്നു. ഇന്നിംഗ്സിലെ ആദ്യ പന്തിൽ തന്നെ ഫിൽ സാൾട്ടിനെ അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കാതെ അർഷ്ദീപ് സിംഗ് പവലിയനിലേക്ക് പറഞ്ഞയച്ചു. അധികം വൈകാതെ ഇംഗ്ലീഷ് നായകൻ ജോസ് ബട്ട്ലറെയും അർഷ്ദീപ് 0-ന് പുറത്താക്കിയതോടെ ഇംഗ്ലണ്ട് വെറും 1 റൺസിന് 2 വിക്കറ്റ് എന്ന ദയനീയ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തി. ഇന്ത്യൻ ആരാധകർ വിജയമുറപ്പിച്ച നിമിഷങ്ങളായിരുന്നു അത്. എന്നാൽ അവിടെ നിന്നും നായകൻ ഹാരി ബ്രൂക്കും ജേക്കബ് ബെഥലും ചേർന്ന് നടത്തിയ പ്രത്യാഘാതം കളിയുടെ ഗതി പൂർണ്ണമായും മാറ്റിമറിച്ചു. ബ്രൂക്ക് തുടർച്ചയായി ബൗണ്ടറികൾ പായിച്ചപ്പോൾ ജേക്കബ് ബെഥൽ മികച്ച പിന്തുണ നൽകി. അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടിലൂടെ അവർ ഇംഗ്ലണ്ടിനെ തിരികെ കൊണ്ടുവന്നു. 39 റൺസ് എടുത്ത ബ്രൂക്കിനെ അക്സർ പട്ടേൽ പുറത്തായെങ്കിലും പിന്നീട് വന്ന ടോം ബാന്റൺ ജേക്കബ് ബെഥലിനൊപ്പം ചേർന്ന് ഇന്ത്യൻ ബൌളർമാരെ അനായാസം നേരിട്ടു. ബാന്റൺ 39 റൺസ് എടുത്ത് പുറത്താവുകയും വിൽ ജാക്സും സാം കറണും പെട്ടെന്ന് മടങ്ങുകയും ചെയ്തെങ്കിലും ജേക്കബ് ബെഥർ പുറത്താകാതെ നേടിയ 76 റൺസ് എന്ന മാന്ത്രിക ഇന്നിംഗ്സ് ഇംഗ്ലണ്ടിനെ വിജയതീര തടുപ്പിച്ചു. ജോഫ്ര ആർച്ചറുടെ പിന്തുണയോടെ 19 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ ഇംഗ്ലണ്ട് 191 റൺസ് എന്ന ലക്ഷ്യം മറികടന്ന് 4 വിക്കറ്റിന്റെ അവിശ്വസനീയമായ വിജയം സ്വന്തമാക്കി. ഈ നാണംകെട്ട തോൽവിക്ക് പിന്നാലെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ പിടിച്ചുകുലുക്കുന്നതും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വിശ്വസ്തനും മലയാളി ആരാധകരുടെ വലിയ ആവേശവുമായ സഞ്ജു സാംസൺ അതിരൂക്ഷമായ വിമർശനങ്ങളുമായി പരിശീലകൻ ഗൗതം ഗംഭീറിനെതിരെ പൊട്ടിത്തെറിച്ചത്. തന്നെ തഴഞ്ഞ് വൈഭവ് സൂര്യവംശിക്ക് അവസരം നൽകിയതിലുള്ള സഞ്ജുവിന്റെ അമർഷം അണപൊണൊഴുകുകയായിരുന്നു. ഒരു കളിക്കാരൻ എന്ന നിലയിൽ പുറത്തിരുന്ന് സ്വന്തം ടീം തോൽക്കുന്നത് കാണുന്നത് എത്രമാത്രം വേദനിപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഈ മത്സരം പൂർണ്ണമായും ഇന്ത്യയുടെ കൈപ്പിടിയിലായിരുന്നുവെന്നും തികച്ചും തെറ്റായ തീരുമാനങ്ങളും തന്ത്രങ്ങളിലെ പിഴവുകളുമാണ് ഒരു ഉറപ്പായ വിജയം ഇംഗ്ലണ്ടിന് അടിയറവ് വയ്ക്കാൻ കാരണമെന്നും സഞ്ജു ചൂണ്ടിക്കാണിച്ചു. കളിയുടെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ എതിർ ബാറ്റർമാർ സ്പിന്നർമാരെ ആക്രമിക്കാൻ കാത്തിരുന്ന സമയത്ത് ലെഗ് സ്പിന്നർ രവി ബിഷ്ണോയിക്ക് പന്ത് നൽകിയത് അത്യയേറ്റം മണ്ടത്തരമായി പോയെന്ന് സഞ്ജു പറഞ്ഞു. ആ ഒറ്റ തീരുമാനം കളിയുടെ വിധി മാറ്റിമറിച്ചു. ക്രിക്കറ്റിൽ ജയപരാജയങ്ങൾ സ്വാഭാവികമാണെങ്കിലും വ്യക്തമായ ഒരു പദ്ധതിയില്ലാതെ കളത്തിൽ വരുത്തുന്ന ഇത്തരം വൻ അബദ്ധങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല, സഞ്ജു വ്യക്തമാക്കി. തുടർന്ന് ഗൗതം ഗംഭീറിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടുതന്നെ തനിക്ക് നേരിടേണ്ടി വന്ന കടുത്ത അപമാനത്തെക്കുറിച്ച് അദ്ദേഹം തുറന്നടിച്ചു. ഇത്രയും നിർണായകമായ ഒരു മത്സരത്തിൽ നിന്നും തന്നെ ഒഴിവാക്കി വൈഭവ് സൂര്യവംശിക്ക് അവസരം നൽകിയ ഗംഭീറിന്റെ തീരുമാനം തന്നെ മാനസികമായി വല്ലാതെ തളർത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. പരമ്പര തുടങ്ങുന്നതിനു മുൻപ് തന്നെ ഏത് സീനിയർ താരത്തെ പുറത്തിരുത്തണമെന്ന ചിന്തയിലായിരുന്നു ടീം മാനേജ്മെന്റ്.
ഒരു പുതിയ താരത്തെ പരീക്ഷിക്കാൻ എന്തിനാണ് ഇപ്പോഴും തന്നെ ബലിയാടാക്കുന്നതെന്നും അദ്ദേഹം വേദനയോടെ ചോദിച്ചു. നിരന്തരം റൺസ് കണ്ടെത്താൻ പാടുപെടുന്ന ഇഷാൻ കിഷനെ എന്തുകൊണ്ട് മാറ്റി നിർത്തിയില്ല എന്ന സഞ്ജുവിന്റെ ചോദ്യം ക്രിക്കറ്റ് ലോകത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. സ്ഥിരതയോടെ കളിക്കുന്നതും ടീമിനോട് കൂറുപുലർത്തുന്നതും തന്റെ തെറ്റാണോ എന്ന് ചോദിച്ച സഞ്ജു 15-കാരനായ വൈഭവ് രാജ്യത്തിന്റെ ഭാവിയാണെന്നും അവനെ താൻ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുവെന്നും വ്യക്തമാക്കി. എന്നാൽ ഒരു യുവതാരത്തിന് ആത്മവിശ്വാസം നൽകാൻ മറ്റൊരു സീനിയർ താരത്തിന്റെ കരിയറും ആത്മവിശ്വാസവും തകർക്കുന്നത് ഗംഭീർ എപ്പോഴും പറയുന്ന നിഷ്പക്ഷതയ്ക്ക് നിരക്കുന്നതല്ലെന്നും അതൊരു കടുത്ത പക്ഷപാതമാണെന്നും അദ്ദേഹം ആഞ്ഞടിച്ചു. തനിക്ക് ലഭിച്ച അവസരങ്ങളിലെല്ലാം രാജ്യത്തിനായി മികച്ച പ്രകടനം നടത്തിയിട്ടും ഇത്തരം അപമാനങ്ങൾ നേരിടേണ്ടി വരുന്നത് അംഗീകരിക്കാനാവില്ല എന്നും ക്രിക്കറ്റ് കളിക്കുന്നത് പേരും പ്രശസ്തിയും നോക്കിയല്ല, മറിച്ച് കഴിവും നീതിയും അടിസ്ഥാനമാക്കിയാണ് എന്നും സഞ്ജു ഓർമ്മിപ്പിച്ചു. ഈ ഹൈ വോൾട്ടേജ് പരമ്പരയിലെ നാടകീയ സംഭവങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം ഇന്ത്യയുടെ ഇതിഹാസ നായകനും ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച തന്ത്രജ്ഞനുമായ സാക്ഷാൽ മഹേന്ദ്രസിംഗ് ധോണി ഈ തോൽവി കണ്ട് പൂർണ്ണമായും സ്തംഭിച്ചുപോയിരിക്കുകയാണ്. വികാരഭരിതനായി കണ്ണുകൾ നിറഞ്ഞ് ലൈവായി വന്നിരിക്കുന്ന അദ്ദേഹം ഇന്ത്യ ഈ മത്സരം കൈവിട്ടതിനു പിന്നിലെ 5 വലിയ ആത്മഹത്യാപരമായ കാരണങ്ങൾ ലോകത്തിനു മുന്നേ വെളിവാക്കുകയാണ്. അഭിഷേക് ശർമ്മയുടെ അമിത ആവേശം മുതൽ വൈഭവ് സൂര്യവംശിയുടെ ഭയമില്ലാത്ത ശൈലിയും ബൌളർമാരുടെ തന്ത്രപരമായ വൻ വീഴ്ചകളും വരെ ധോണി ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഏതൊരു ക്രിക്കറ്റ് പ്രേമിയുടെയും ഹൃദയത്തെ സ്പർശിക്കും. ആ 5 കാരണങ്ങളുടെ പൂർണ്ണമായ ഇൻഡെപ്ത് വിശകലനം ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതിനാൽ ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായും കാണുക. നിങ്ങൾ MS ധോണിയെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ക്യാപ്റ്റനായി കണക്കാക്കുന്നുവെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു കടുക്ക ലൈക്ക് നൽകുക. കളിക്കളത്തിനകത്തും പുറത്തും നടക്കുന്ന ഈ വിവാദങ്ങളും പ്രകടനങ്ങളും വരും മത്സരങ്ങളെ കൂടുതൽ ആവേശകരമാക്കും എന്നത് തീർച്ചയാണ്. വരും മത്സരങ്ങളിൽ ആരായിരിക്കും കളിയിലെ ഗതി നിർണ്ണയിക്കുന്ന ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ താരമെന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ വിലയേറിയതും വ്യക്തമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായും പങ്കുവയ്ക്കുക. കാരണം നിങ്ങളുടെ ഓരോ ചിന്തയും ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഇൻസൈഡ് സ്റ്റോറിയും വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ക്രിക്കറ്റ് പ്രേമികളായ എല്ലാ സുഹൃത്തുക്കൾക്കും ഇത് മാക്സിമം ഷെയർ ചെയ്യുക. ഒപ്പം ലോക ക്രിക്കറ്റിലെ ഇത്തരം ചൂടുള്ളതും സൺസനിഖേജവുമായ വാർത്തകളും ലൈവ് അപ്ഡേറ്റുകളും ഏറ്റവും ആദ്യം അറിയാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ അമർത്താൻ ഒട്ടും മറക്കാതിരിക്കുകയും ചെയ്യുക.